റോഡിന്റെ ഹൈവേന്റെ സൈഡിൽ മാലിന്യങ്ങൾ തള്ളി രക്ഷപ്പെടുന്നവർ സൂക്ഷിക്കുക. നിങ്ങളെ തീർച്ചയായിട്ടും പിടിക്കും. കാരണം ഇത് ഒരു പ്രദേശത്തിന്റെ മൊത്തം ബാധിക്കുന്ന പ്രശ്നമാണ്. ഞങ്ങൾ കുടിക്കുന്ന വെള്ളത്തിലോ ഈ പ്രദേശങ്ങളിൽ മഞ്ഞപ്പിത്തോ വന്നാൽ നിങ്ങൾക്ക് ഈ പ്രദേശത്തു കൂടെ നടക്കാൻ സാധിക്കില്ല. നിങ്ങൾ പിടിക്കപ്പെടും. ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾ പിടിക്കും. കാരണം തീർച്ച ഇതിന്റെ പിന്നാലെ തന്നെയുണ്ട്. ഞങ്ങൾ എല്ലാ തെളിവുകളും ചെയ്ത് എന്നും ഇനി ഇവിടെ കാവലായിട്ടുണ്ടാവും ഈ പ്രദേശത്ത്. കാരണം നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടോ അറിയില്ല, നമ്മളുടെ മേൽമുറി പ്രദേശത്ത് കക്കൂസ് മാലിന്യ വാഹനത്തിൽ തള്ളുന്ന സ്ഥിരം ആളുകളെ നമ്മൾ ഈടായിട്ട് കാണാറുണ്ട്. തള്ളിപ്പോവുകയാണ്. അവർ കരുതുന്ന അവരിത് ബാക്കിയുള്ളവരൊന്നും കാണുന്നില്ല എന്ന്. ഇതിപ്പോ നമ്മളെ ഹൈവേന്റെ നേരെ ഇവിടുന്ന് വണ്ടി വേക്കച്ച് കണ്ട് ആളൊഴിഞ്ഞ സ്ഥലമാണ്. സായി സർവീസിന്റെ നേരെ പുറത്താണ് വരുന്നത്. ഇവിടുന്ന് നേരെ വന്ന് തട്ടി പോകും. മുമ്പ് ഇതിന്റെ 10 അടി പാലത്ത് കുറച്ച് അപ്പുറത്ത് തട്ടിയിരുന്നു. അതുപോലെ നഗരസഭയ്ക്കൊക്കെ കംപ്ലൈന്റ് കൊടുത്തിരുന്നു. ഇതുപോലെ 2 ദിവസം തൊട്ടപ്പുറത്ത് കഴിഞ്ഞ് അതിന്റെ 9 ദിവസം ഉണ്ടല്ലേ, അതിന്റെ 10 ദിവസം വന്ന് കണ്ട് തട്ടിപ്പോ സ്ഥിരമായിട്ട് തട്ടി പോകണ്ട. അപ്പൊ അതിന്റെ ഒരു പരിഹാരം നമ്മൾ കാണുന്നത് നിർബന്ധമാണ്. രാത്രി തട്ടിപ്പോയാൽ രാവിലെ ഭയങ്കര സ്മെല്ലോ. ഇന്നലെ കഴിക്കുന്നില്ല, അന്ന് തലവേദന. ഞാനത് അവിടെ ഞാൻ അബ്ദുള്ളക്കരത്തവിടെ വന്നപ്പോ ഞാൻ മറ്റോട് പറഞ്ഞു പോകാം. ഞാൻ വോയിസിൽ വരാതെ അപ്പൊ ഇതിനൊരു സ്ഥിര ഒരു ഹോബിയാണ് കണ്ട് ഓല് തയ്ക്കണം. കാരണം ആളൊഴിഞ്ഞ സ്ഥലമാണ്, രാത്രി ആരും ഇല്ല, വണ്ടി പാക്കേജ് ചെയ്യാണ്ട് വാൽവ് തുറന്നിച്ച് പോയാൽ മതി. ഓൽക്ക് പെട്ടെന്ന് ഇതാവും ചെയ്യാം. അപ്പൊ ഇതിനൊരു പരിഹാരം കാണണം. അതന്നെ പറഞ്ഞേ. ഇതിപ്പോ നൂറാങ്കില് അങ്ങോട്ട് മേൽമുറിയിട്ടുള്ള ബാക്കിയുള്ള തോട്ടിലുള്ള എല്ലാ ആലത്തുപടി എല്ലാ പ്രദേശങ്ങൾക്കും ആണ് ഈ തോട്ട് കൂടെ ഇത് വൈകിക്കാണ്ട് പോവുക. വണ്ടി കെട്ടി നിർത്തിയതല്ലേ, ആ വണ്ടി കെട്ടി നിർത്തിയോണ്ട് മഴ വെച്ചിട്ട് ഇവിടെ നിൽക്കാൻ പറ്റുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് നിൽക്കുന്ന കാര്യം ഈ കട ആ കട ഇതിലെ നടന്നു. അല്ല, അതുകൊണ്ട് അതിന്റെ പുറമെ നമ്മളെല്ലാരും കുടിക്കേണ്ട കേറ്റിക്കെത്താണല്ലോ. നമുക്ക് കാറ് കെട്ടിട്ട് കാറില്ല, അയച്ച് ഇറങ്ങിയിട്ടൊന്നും മുഖം കഴുകാൻ കഴിയില്ലെങ്കിൽ തലച്ചോറിന് എന്ത് വരും, രോഗം വരും എന്നുള്ളത് ചിന്തിക്കണ്ടേ. മുമ്പ് തൊട്ടപ്പുറത്ത് തട്ടിയിട്ട് വ്യാപാരി വ്യവസായി പരാതി മുനിസിപ്പാലിറ്റിക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പരാതികളൊക്കെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. അന്ന് കുറച്ച് ആക്കമുണ്ടായിരുന്നു. ജനങ്ങളെ രംഗത്തിറങ്ങേണ്ട ഒരു ആവശ്യമാണ്. ഏത് കുടുംബത്തിനാ ബാധിക്കുന്നതല്ല, നമ്മളെ കുടുംബങ്ങൾക്കാ ബാധിക്കുന്നത്. കാരണം അത്ര ഇതിന്റെ ചെയ്തിട്ടുള്ള രീതികൾ അതേപോലെയാണ്. കൃഷിയല്ലേ ആ ഒഴുകി കിടക്കുന്ന അത് ഒഴുകി പോയി കണ്ടോ. ഇനി അത് സ്പ്രെഡ് ആകാൻ വലിയ സമയമില്ല നമുക്ക് തോട്ടിലേക്ക്.